കണ്ണു തുറന്ന് ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കാണാം. നമ്മുടെ ദൈവം ഇത്രയടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാവുള്ളേ? ഇതാ നമ്മുടെ ദൈവം നമുക്ക് ഇത്ര അടുത്തുണ്ട്. നിന്റെ കയ്യെത്തും ദൂരത്തിപ്പോ കർത്താവില്ലേ? നീ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരത്തല്ലേ നിന്റെ ദൈവം? നീ കരഞ്ഞാൽ നിന്റെ കണ്ണുനീരൊപ്പാൻ തക്ക വിധത്തിൽ കർത്താവിന്റെ കരം അത്ര അടുത്തില്ലേ? ആ സ്നേഹനിധിയായ കരുണ നിറഞ്ഞ കർത്താവിനെ ദൈവസന്നിധിയിലേക്ക് നമ്മളെ ക്ഷണിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ തൻ്റെ അനുഗ്രഹങ്ങൾ വാരി പെതറാൻ ദിയാൽധാരിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ആരാധനയുടെ നിമിഷം മുഴുവനും മക്കളെ നമ്മൾ പ്രാർത്ഥന കൊണ്ട് ഈ നിമിഷങ്ങളെ ചെലവഴിക്കുക. വേറെ കാര്യങ്ങളിലേക്കൊന്നും പോകരുത്. ഈ നിമിഷങ്ങളിലെല്ലാം ഉള്ളുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. പക്ഷെ നിനക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഒരു അന്തരീക്ഷത്തിലാകണമെന്നില്ല. മനസ്സിങ്ങനെ കിടന്ന് ഡിസ്റ്റർബ്ഡ് ആകാം, പല കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടുന്നുണ്ടാകാം, പല വിഷയങ്ങളെക്കുറിച്ച് മനസ്സ് അസ്വസ്ഥപ്പെടുന്നുണ്ട്. നിനക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോലും, ഏകാഗ്രമാക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാകാം. കുഴപ്പമില്ല, ചുമ്മാ ഉള്ളുകൊണ്ട് ഈശോയെ ഈശോയെ ഈശോയെ, മനസ്സുകൊണ്ട് ഈശോയെ ഈശോയെ ഈശോയെ. ഏറ്റവും മനോഹരവും ഏറ്റവും ഷോർട്ടായിട്ടുള്ള പ്രാർത്ഥനയാണ് യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുക. ഈ നിമിഷങ്ങളിൽ നിന്റെ കൺമുമ്പിൽ കർത്താവുണ്ട്. നീ ഇപ്പോൾ കടന്നു പോകുന്ന നിന്റെ പ്രതിസന്ധിയിൽ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കാൻ കഴിവുള്ള കർത്താവായ ഈശോ യാൽധാരയിലുണ്ട്. അപ്പൊ അവനെ വിളിക്കേ. ദാവീദ് തന്നെ ചെയ്ത, ഉച്ചത്തിൽ ദൈവത്തെ വിളിച്ചു. എന്നിട്ട് ദാവീദ് പറഞ്ഞു, ഇനി ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങും, ഇനി ഞാൻ ശാന്തമായിട്ട് കിടന്നുറങ്ങും. കാരണം എന്താ? ഞാൻ കർത്താവിന്റെ കൈകളിൽ എല്ലാം വെച്ചു. ആ നിലവിളിയിൽ എന്താ സംഭവിച്ചെന്നറിയാവോ? ആ കണ്ണുനീര് ദൈവസന്നിധിയിൽ പൊഴിച്ചപ്പോൾ എന്നാ സംഭവിച്ചെന്നറിയാവോ? ദൈവത്തെ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്നാ? ദാവീദ് തന്റെ വേദനകളും തന്റെ സങ്കടങ്ങളും തന്റെ പ്രശ്നങ്ങളും തന്റെ പ്രതിസന്ധികളും തന്നെ സ്വന്തം മകൻ കൊല്ലാൻ ഓടിച്ചിടുന്ന ആ അനുഭവം എല്ലാം അങ്ങോട്ട് വെക്കുകയോ ചെയ്തേ. അതുകൊണ്ടാണ് ആ നിലവിളി കഴിഞ്ഞപ്പോ ദാവീദ് പറഞ്ഞത്, ഐ എം ഓക്കെ നൗ, ഞാൻ ഫ്രീ ആണ്, ഞാൻ സ്വസ്ഥമായി, ഞാൻ ശാന്തമായി. കണ്ടോ? ഇങ്ങനെയൊക്കെ ഒന്ന് നമുക്ക് നിലവിളിക്കാൻ പറ്റിയ മക്കളെ, നമ്മുടെ മനസ്സും ഈ ആരാധന കഴിയുമ്പോൾ സ്വസ്ഥമാകും. ദാവീദ് നിലവിളിച്ചതുപോലെ ഒന്ന് നിലവിളിക്കാൻ പറ്റിയാല് മക്കളെ, ഈ ആരാധനയ്ക്ക് ശേഷം നമ്മുടെ ഹൃദയമൊക്കെ ശാന്തമാകും. ഈശോ ഗത്സമനിൽ നിലവിളിച്ചില്ലേ? ഗത്സമനില് രക്തം വിയർത്താണ് യേശു നിലവിളിച്ചത്. ആ നിലവിളി കഴിഞ്ഞപ്പോ ഇങ്ങനെ പറയുന്നത്, എല്ലാം പിതാവായ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചിട്ട് താഴോട്ടിറങ്ങി വന്നപ്പോൾ വചനം പറയുന്നു, സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ ഇറങ്ങി യേശുവിനെ ആശ്വസിപ്പിച്ചു. കണ്ടോ? ദൈവമേ, ഞങ്ങൾക്കറിയാം എൻ്റെ തമ്പുരാനെ, ഞങ്ങളുടെ കഴിവ്, ഞങ്ങള് പരിശ്രമം, ഇതൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ ഒന്ന് പിടിച്ചു നിർത്താൻ പറ്റണില്ല. പക്ഷേ നിന്റെ പരിശുദ്ധാത്മാവ് തരുന്ന, നിന്റെ സ്നേഹം തരുന്ന, നിന്റെ കരുണ തരുന്ന, നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് തരുന്ന ഒരു ബലമുണ്ടല്ലോ, ഒരു ആത്മധൈര്യമുണ്ടല്ലോ, ഒരു കരുത്തുണ്ടല്ലോ. ഓ പരിശുദ്ധാത്മാവേ, ആ സ്നേഹ സാന്നിധ്യ സംരക്ഷണം അനുഭവിക്കാൻ എന്നെയും ഇടവരുത്താൻ പറ. തമ്പുരാന്റെ മുമ്പിലേക്ക് എല്ലാം വെച്ചേ മക്കളെ, എല്ലാം വെച്ചേ, എല്ലാം ചേർത്ത് വെക്കേ. ഒന്നും മാറ്റി വെക്കല്ലേ, ഒന്നിനെ കുറിച്ച് പാകുലപ്പെടല്ലേ. ആ വിഷയങ്ങളുടെ മേൽ യേശുവിന്റെ നാമം വിളിക്കേ. ഈശോയെ എന്ന് വിളിച്ചോ, യേശുവിന്റെ നാമം വിളിച്ചോ, പ്രാർത്ഥിച്ചോ. ഈശോ ഇടപെടാൻ പെടാ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഭാഷയിലും രീതിയിലും ഒക്കെ പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ടല്ലോ. ചെറുപ്രായത്തിൽ 2-3 വയസ്സ് പ്രായമുള്ളവർ വരെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് അച്ഛൻ കേട്ടത്. കുഞ്ഞുങ്ങളെ, മക്കളെ, നിങ്ങൾ ഈശോയെ എന്നെ അനുഗ്രഹിക്കാൻ പറ, ഈശോയെ എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ പറ, ഈശോ എൻ്റെ മാതാപിതാക്കളെ അനുഗ്രഹിക്കാൻ പറ, എൻ്റെ സഹോദരങ്ങളെ അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചോ. പഠിക്കാനുള്ള കൃപ തരാൻ പറ. യുവജനങ്ങളായിട്ടുള്ളവർ പങ്കെടുക്കുന്നുണ്ടല്ലോ. മക്കളെ, നിങ്ങളുടെ യൗവനം കർത്താവിന് കൊടുത്തിട്ട് പറ, തമ്പുരാനെ, ഇതാ ഞങ്ങളുടെ യൗവനം നിന്നിൽ അർപ്പിക്കുന്നു, കഴുകൻ്റേതുപോലെ ശക്തിയുള്ളതാക്കി ഞങ്ങളുടെ യൗവനങ്ങളെ മാറ്റാൻ പറ. കുടുംബജീവിതം നയിക്കുന്നവരുണ്ടല്ലോ, ദാമ്പത്യ ജീവിതം നയിക്കുന്നവര്, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ കർത്താവിന് കൊടുക്ക്. അതിലുള്ള സകല പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന, നിങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന
ജീവിതത്തിന്റെ ദാമ്പത്യത്തിന്റെ സകല സംഘർഷങ്ങളെയും അസ്വസ്ഥതകളെയും തമ്പുരാന് കൊടുക്ക്. സന്യസ്ത പൗരോഹിത്യ ജീവിതം നയിക്കുന്നവരുണ്ടല്ലോ ഇതിനകത്ത്. വലിയ സഹോദര വൈദികരെ, സിസ്റ്റേഴ്സ്, നിങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ ഭാരമുണ്ടല്ലോ, നിങ്ങൾ കടന്നു പോകുന്ന അഭിമുഖീകരിക്കുന്ന ശുശ്രൂഷ ജീവിതത്തിന്റെ അസ്വസ്ഥതകളുണ്ടല്ലോ. നിങ്ങളുടെ കൂടെയുള്ളവരിൽ നിന്നും കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന തെറ്റിദ്ധാരണകള്, ഒറ്റപ്പെടുത്തലുകള്, കളിയാക്കലുകള്, പരിഹാസങ്ങള്, പീഡനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈശോയ്ക്ക് കൊടുത്തിട്ട് തമ്പുരാന്റെ മുമ്പിൽ നിലവിളിക്കുക. മക്കളെ, നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിലവിളിക്കാൻ ഒരിടമുണ്ട്, നമുക്കൊരു ദൈവമുണ്ട്. നമുക്ക് എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും വാ തമ്പുരാന്റെ അടുത്തെത്തുള്ളൂ, നിലവിളിക്കുക. ഉച്ചത്തിലോ അല്ലാതെയോ എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെയൊന്ന് ദാവീദ് നിലവിളിച്ചതുപോലെ, യേശു ഗത്സമനിൽ നിലവിളിച്ചതുപോലെ രക്ഷ നിലവിളിക്കാൻ ഇതാ സ്വർഗം നമ്മളെ തെരഞ്ഞെടുത്തു. ആ നിലവിളിക്ക് ശേഷം ദാവീദ് ശാന്തനായി, ദാവീദ് സ്വസ്ഥനായി, സമാധാനം അവന്റെ മേൽ വ്യാപരിച്ചു. അത് ദാവീദിന് മാനുഷികമായി ബുദ്ധി കിട്ടിയ സമാധാനമൊന്നും അല്ല, അത് കിട്ടില്ല. അങ്ങനെയൊന്നും കിട്ടുന്നതല്ല മക്കളെ സമാധാനം, ദൈവം തരുന്നതാ. നിലനിൽക്കുന്ന ആനന്ദം ദൈവം തരുന്നതാ. നമ്മുടെ ബുദ്ധി കൊണ്ടും കഴിവ് കൊണ്ടും പരിശ്രമം കൊണ്ടും ഒരു ദൈവീക ദാനങ്ങളും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റില്ല. നീ എത്ര സമ്പന്നനാണെങ്കിലും നിനക്ക് സമാധാനം വേണോ, കർത്താവിന്റെ അടുത്ത് വരണം. നീ എത്ര ഉന്നതനാണെങ്കിലും, നീ എത്ര ക്വാളിഫൈഡ് ആണെങ്കിലും, നീ ഡോക്ടറോ എന്തു ആകട്ടെ, നിനക്ക് സമാധാനം സന്തോഷം വേണോ നിലനിൽക്കുന്നത്, നീ കർത്താവിന്റെ അടുത്ത് വരണം. നമ്മളെല്ലാം പരിശ്രമിക്കുന്ന അതിനു വേണ്ടിയല്ലേ, പ്രാർത്ഥിക്കുന്ന അതിനു വേണ്ടിയല്ലേ. നമ്മുടെ ആഗ്രഹം അത് ഉള്ളിലുണ്ടാകട്ടെ. ഈശോയെ, നിന്നിലേക്ക് എൻ്റെ ജീവിതം വയ്ക്കാൻ, നിന്നിലേക്ക് എൻ്റെ കുടുംബം വയ്ക്കാൻ, നിന്നിലേക്ക് എൻ്റെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും സമർപ്പിക്കാൻ ദൈവമേ നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും മക്കളെ. ഏതാനും നിമിഷങ്ങളെ നമുക്ക് ആരാധനയുള്ളെങ്കിലും ഈ ആരാധന നിമിഷങ്ങളിൽ നീ ചങ്കുപൊട്ടി ദൈവത്തെ വിളിച്ചാൽ ഈ ആരാധനയ്ക്കപ്പുറം നിന്റെ ജീവിതത്തിന്റെ മേൽ, നിന്റെ ചിന്തകളുടെ മേൽ, നിന്റെ മനസ്സിന്റെ മേൽ, നിന്റെ ശരീരത്തിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ, നിന്റെ ആകുലതയുടെ വിഷയങ്ങളുടെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങും. ബിലീവ്, വിശ്വസിക്കുക, വിശ്വസിക്കുക. നീ വിശ്വസിക്കുന്ന മനുഷ്യനെ അല്ലല്ലോ, നീ വിശ്വസിക്കുന്ന വാക്കുമാറാത്ത ദൈവത്തെ അല്ലേ. നീ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനിലും അല്ലല്ലോ, നീ ആശ്രയിക്കുന്നത് നിന്റെ ജീവിതത്തെ മുഴുവൻ താങ്ങാൻ കഴിവുള്ള, കരബലമുള്ള ദൈവത്തിലല്ലേ. നീ എന്തിനാകുലപ്പെടണം, നീ എന്തിന് അസ്വസ്ഥപ്പെടണം കുഞ്ഞേ, നീ എന്തിന് കരയണം കുഞ്ഞേ, നീ എന്തിന് ഇത്ര ഭാരപ്പെടണം. ഓ പരിശുദ്ധാത്മാവെ പ്രവർത്തിക്കണമേ, ഓ പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേ, ഓ പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന എന്നാ ഇത്ര മനോഹരമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നു, എന്റേതല്ലാത്ത പദ്ധതികൾ നടപ്പാക്കുകയും എനിക്ക് അഹിതമായ സഖ്യമുണ്ടാക്കുകയും ചെയ്ത് പാപം കുന്നുകൂട്ടി അനുസരണമില്ലാത്ത സന്തതികൾക്ക് ദുരിതം. ഹല്ലേലൂയ. ദുരിതം വരുന്നത് ദൈവത്തോട് ബന്ധമില്ലാതിരിക്കുമ്പോഴാ, ദൈവത്തോട് ഐക്യപ്പെടാതിരിക്കുമ്പോഴാ, ദൈവത്തിന്റെ സ്നേഹത്തിൽ വ്യാപരിക്കാതിരിക്കുമ്പോഴാ എല്ലാം ദുരിതമായിട്ട് നമുക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നമുക്കെല്ലാം ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് എടുക്കാൻ പറ്റും. ഈശോ കർത്താവ് പറഞ്ഞില്ലേ, നിന്നെ കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് മോളെ, മോനെ, അത് നാശത്തിനല്ല ക്ഷേമത്തിലുള്ള പദ്ധതിയാണ്, ശുഭമായ ഭാവി, പ്രത്യാശ ഇതൊക്കെ തരുന്ന പദ്ധതി. യെസ് യെസ് ലോർഡ്. പറ, ദൈവമേ നിനക്ക് നന്ദി, ഈശോയെ നിനക്ക് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിച്ച മക്കളെ, ദാവീദിന്റെ നിലവിളിക്ക് ശേഷം ദാവീദിന് സ്വസ്ഥത കിട്ടിയെങ്കിൽ, ദാവീദ് ദൈവസന്നിധിയില് തന്റെ ഹൃദയ വികാര വിചാരങ്ങൾ ഇങ്ങനെ ഇറക്കി വെച്ച് പ്രാർത്ഥിച്ചെങ്കിൽ, അന്നാ പ്രാർത്ഥിച്ചതുപോലെ തന്റെ ഹൃദയ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ നിലവിളിയായി, കരച്ചിലായി ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചപ്പോ ആശ്വസിപ്പിക്കപ്പെട്ടതുപോലെ മക്കളെ, തമ്പുരാന്റെ മുമ്പിൽ നിലവിളിക്കുമ്പോ ആശ്വാസദായകരായ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കും. അമേൻ. ഉറക്കെ പറഞ്ഞേ അമേൻ. കരങ്ങൾ ഉയർത്തി എല്ലാ മക്കളും കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ഏതാനും നിമിഷം ഒന്ന് സ്തുതിക്കാവോ?
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആകുലനാകരുതേ ആമേൻ. മകനെ അസ്വസ്ഥനാകരുതേ. കരങ്ങളെ മാറോട് ചേർത്ത് ആദിയലായുസ്സിനെ നീട്ടാനാകുമോ നരനുലകിൽ? ആകുലയാകരുതേ മകളെ അസ്വസ്ഥയാകരുതേ. ആമേൻ. ആദിയലായുസ്സിനെ നീട്ടാനാകുമോ നരനുലകിൽ? സോളമനേക്കാൽ മോടിയില ലില്ലിപ്പൂവുകളണിപ്പോ. ആമേൻ. സോളമനേക്കാൾ മോടിയില ലില്ലിപ്പൂവുകളണിപ്പോ. നിന്നെ കരുതി നിനച്ചിടുമേ, പിന്നെ നിനക്കെന്താശങ്ക? നിന്നെ കരുതി നിനച്ചിടുമേ, പിന്നെ നിനക്കെന്താശങ്ക? ആകുലനാകരുതേ മകനെ അസ്വസ്ഥനാകരുതേ. ആമേൻ. ആദിയലായുസ്സിനെ നീട്ടാനാകുമോ നരനുലകിൽ? മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നു. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന നിമിഷമാണ്. മക്കളെ, ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കുമ്പോൾ വലിയ സൗഖ്യങ്ങൾ ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ സംഭവിക്കും. നിങ്ങളൊന്ന് വിശ്വസിച്ചാൽ മതി. അത്ഭുതകരമായ വിടുതലുകൾ ഈ കൂട്ടായ്മയിൽ സംഭവിക്കും. നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താൻ തക്ക വിധത്തിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. ആ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിച്ച് ഒരിക്കൽ കൂടി എല്ലാ മക്കളും കണ്ണു തുറന്ന് ഈശോയെ കണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദിവ്യകാരുണ്യ ഈശോ നിങ്ങളുടെ മുമ്പിൽ ഉയരും. ആ കർത്താവിനെ കണ്ണു തുറന്ന് കണ്ട് കർത്താവിൻ്റെ കൃപ ഇപ്പോൾ റൈറ്റ് നൗ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ പ്രശ്നങ്ങളിൽ, എൻ്റെ രോഗങ്ങളിൽ ദൈവശക്തി ഇറങ്ങാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന. ദൈവമേ ആരാധന ആരാധന. ഹല്ലേലൂയ.